ഹായ് ഗൈസ്, നമ്മുടെ പുതിയ ചിക്കു ബ്രാൻഡ് വന്നിട്ടുണ്ട്. ഫ്രിസ്ബീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ബ്രാൻഡാണ്. ഈ കാണുന്ന R35 ഒക്കെ ഇത്ര ഫേമസ് ആകാൻ വേണ്ടിയുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ വോക്കറാണ്. ഇത് 1:64 സ്കെയിലിലെ കാസാണ് പോൾ വോക്കർ എഡിഷൻ. മെറ്റൽ ഡൈകാസ്റ്റ് ആണ്. ഡൈകാസ്റ്റ് സ്കെയിൽ മോഡൽ 1:64. ഇനി 87-ലെ രണ്ട് വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഇത് രണ്ടും ബെൻസിൻ്റെയാണ്. അതൊരു വാനും പിന്നെ ഒരു വിൻറ്റേജ് കാറും പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം വോക്സ് വാഗൻ്റെ വാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വാനും അതുപോലെ ബെൻസും ഇതൊക്കെയാണ് പുതിയ കളക്ഷനിലുള്ളത്. പിന്നെ ഒരു ഇവാക്യുവേറ്റർ, പിന്നെ 991 പോർഷയുടെ അതൊരു ആക്രലിക് ബോക്സിലാണ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല ഹൈലി ഡീറ്റെയിൽഡ് ആൻഡ് ഗ്രാഫിക്കൊക്കെ ഉള്ള വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതെല്ലാം 1:64 ആണെന്ന് ആകെ. ഇത് 1, 2, 3 ഇത് മൂന്നും 1:64, ഇതും 1:64, ഇതെല്ലാം 1:87. ആ സൈസിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണിക്കും. ഇത് കണ്ട, ഇത് 1:64, ഇത് 1:87 സൈസ് വ്യത്യാസം നോക്കി. അപ്പോൾ അത്രയും ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെറിയ ഒരു കാറിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് R34 ബ്ലൂ കളർ വരുന്നത്. മെറ്റലും പ്ലാസ്റ്റിക്കും മിക്സ് ആയിരിക്കും ചെറിയ, പക്ഷേ അത്യാവശ്യം ഹെവിയാണ് കേട്ടോ ഈ കാറ്. നിങ്ങൾ നമ്മളുടെ സ്റ്റോറിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു കാറിൻ്റെ. എനിക്ക് തോന്നുന്നു R34 ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഈ വണ്ടി. പിന്നെ ഇതിൻ്റെ തന്നെ സിൽവറും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ബോക്സ് കാര്യങ്ങൾക്ക് അത്ര ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടില്ല. ബോക്സ് അത്ര ക്വാളിറ്റിയിലും അല്ല, പക്ഷെ കാറ് അവർ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളേഴ്സിൽ നമുക്ക് R34 ഇരിക്കുന്നുണ്ട്. അതൊന്ന് സിൽവർ, ഒന്ന് ബ്ലൂ കളറിലാണ് നമ്മുടെ കയ്യിൽ R34 വന്നത്. പിന്നെ ഈ ബെൻസ്, ഇതൊരു റാലി ബെൻസാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ AMG സീരീസിൽ റാലി ഓടിച്ച ബെൻസാണ്. ക്യാമൽ 35 എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്യാമൽ ട്രോഫിയിൽ ഓടിച്ച ബെൻസ് ആവാനാണ് സാധ്യത. പിന്നെ മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ ഒരു സർവീസ് വാൻ, കുഞ്ഞു വാൻ, ഒരു കുട്ടി വാൻ, പക്ഷേ ഡീറ്റെയിലിംഗ് നല്ല സൂപ്പറാണ്. എംബ്ലവും നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ലോഗോ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതാണ് നമ്മളുടെ വാൻ, വോക്സ് വാഗൻ്റെ വാൻ. ഇതിൻ്റെ ടയറൊക്കെ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു ആക്ച്വൽ വോക്സ് വാഗൻ്റെ വാനുള്ളത്. പിന്നെ ലൈറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടെയിലാണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഒരു ഇവാക്യുവേറ്റർ, അതും അത്യാവശ്യം നല്ല വർക്കിംഗ് മോഡലാണ്. നമുക്കിതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഒരു സ്കെയിൽ മോഡലാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഉള്ള ഒരു 911 കളർ കോമ്പറ്റീഷൻ, ഒരു മിഷ്ലനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആക്രലിക് ബോക്സ്. ബ്രാൻഡിൻ്റെ എയർ ബസ് ഹെലികോപ്റ്റർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. മെറ്റലാണ്. അത്യാവശ്യം ഒരു 3500-600 റേഞ്ചാണ് ഈ ഹെലികോപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഫ്രിസ്ബീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ പുതിയ ബ്രാൻഡാണ് സിക്കു. അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സ് വിസിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.